എല്ലാവരും പറയുന്നത് 2019 കളവിനെക്കുറിച്ചാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ദേവസ്വം മന്ത്രി, അന്നത്തെ ദേവസ്വം പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് എന്നിവരിലേക്ക് അന്വേഷണം പോകണം. അവർക്ക് കുരുക്ക് വീണേക്കും എന്നൊക്കെയുള്ള സംസാരങ്ങളും ചിലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് 98, 99 ആണ് വിജയ് മല്യ സംഭാവന നൽകിയത് ഈ സ്വർണ്ണ പാളികൾ. അതിനുശേഷമുള്ള എല്ലാ ഭരണ കർത്താക്കളെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഒക്കെ തന്നെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഏതെങ്കിലും തരത്തിൽ ഇത് യുഡിഎഫിനെ തിരിഞ്ഞുകുത്താൻ സാധ്യതയുണ്ടോ ഇനി? ഇപ്പോഴത്തെ നിലയ്ക്ക് യു ഡി എഫിനെ തിരിഞ്ഞു കുത്താൻ സാധ്യതയില്ല. മാത്രവുമല്ല, പണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ ഇരുന്ന ആളുകൾ, ഇപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനൊക്കെ മരിച്ചുപോയി, മറ്റു പലരും മരിച്ചുപോയി. ഇപ്പോൾ അജയ് തറയിലിനെ പോലെ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അവരെയൊക്കെ പ്രതിസ്ഥാനത്തേക്ക് കൂട്ടാൻ ശ്രമിച്ചാൽ ഇതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. കാരണം 2019 സാധനം മോഷണം പോയെന്നുള്ളത് ഏതാണ്ട് വ്യക്തമാണ്. ഉം. അപ്പോൾ അതിനു മുമ്പ് ഇരുന്നിരുന്ന ആളുകളൊന്നും ഇതിലേക്ക് പ്രതിസ്ഥാനത്തേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട് വിശേഷമില്ല. ഞാൻ പറഞ്ഞു, ഇവരാരും യാതൊരു കളവും നടത്താത്തവരാണെന്നോ അല്ലെങ്കിൽ പരിശുദ്ധ പരമ പുണ്യാളന്മാരായിരുന്നു എന്നും എനിക്ക് അഭിപ്രായമില്ല. അന്നും അഴിമതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിലേക്ക് കൺഫൈൻ ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത്. അപ്പോൾ ഞങ്ങളിതാ നടപടി എടുത്തിരിക്കും. ദേവസ്വം ബോർഡ് മെമ്പർമാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അല്ലെങ്കിൽ ഇന്ന ആളുകളെ ഇന്ന ചുമതലകളെ ഏൽപ്പിച്ച് ഞങ്ങൾ മാറ്റി നിർത്തുകയാണ് എന്നൊക്കെ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ഒരു ബാധ്യത CPM-നുണ്ട്. മാത്രവുമല്ല, പോലീസ് അന്വേഷണം ഫലപ്രദമായിട്ട് നടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതികളെ കൃത്യമായി കണ്ടെത്തുകയും കർശനമായ നടപടി സ്വീകരിക്കുകയും അവർക്ക് ഉടനെ ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ പോവുകയും അങ്ങനെ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം വീണ്ടെടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഏതാണ്ട് 2001 ഉണ്ടായ പോലെ വലിയൊരു ലാൻഡ് സ്ലൈഡ് ആയിരിക്കും കോൺഗ്രസിന് അനുകൂലമായിട്ട് കേരളത്തിലുണ്ടാവും.